നമുക്ക് ജീവിത ലക്ഷ്യം പ്രാപിക്കുവാൻ പല മാർഗങ്ങളും ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ളതിൽ ഒട്ടും അപ്രധാനമല്ലാത്ത ഒരു സ്ഥാനമാണ് അവർ ഉപാസനയ്ക്ക് നൽകിയിട്ടുള്ളത്. ജീവേശ്വരന്മാരുടെ അഭിന്നതാബോധമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ബോധത്തിലൂടെ നിത്യസത്യമായ സ്വന്തം പരമാത്മഭാവം അനുഭൂതിയിൽ സാക്ഷാത്കരിച്ച് ജനനമരണ രൂപമായ പ്രപഞ്ച സങ്കല്പങ്ങളിൽ നിന്ന് വിമുക്തി നേടുവാനാണ് ഒരുവൻ ശ്രമിക്കേണ്ടതെന്ന് സൂക്ഷ്മബുദ്ധികളായ തത്വചിന്തകന്മാരെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിർഗുണവും നിരാകാരവും അദൃശ്യവും അവ്യപദേശ്യവും ഇന്ദ്രിയഗ്രാഹ്യവും മനോബുദ്ധികൾക്കതീതവുമായ ആ നിത്യസത്യത്തെപ്പറ്റി സങ്കല്പം പോലും സാമാന്യ ബുദ്ധികൾക്ക് അസാധ്യമായതിനാൽ അതിനുള്ള ഒരു സുഗമ മാർഗമായിട്ടാണ് ഉപാസനയെ അവർ ഉപദേശിച്ചിട്ടുള്ളത്. ലൗകിക വിഷയങ്ങളിൽ നിന്നെല്ലാം വ്യാവൃത്തമായ മനസ്സിനെ ഏതെങ്കിലും ഒരു ദേവതാ സ്വരൂപത്തിൽ സ്ഥിരമാക്കി നിർത്തി അനുസ്യൂതമായ ധ്യാന ഭജനങ്ങളെ കൊണ്ട് ഏകാഗ്രത നേടുന്നതിനാണ് ഉപാസനയെന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സ് സൂക്ഷ്മവും ശുദ്ധവുമായിത്തീരുന്നു. ശുദ്ധവും നിർമ്മലവുമായ മനസ്സിൽ ഈശ്വര സ്വരൂപം തെളിഞ്ഞു വിളങ്ങുന്നു. അങ്ങനെ ഉപാസന ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയായിത്തീരുന്നു. പല വിധത്തിലുള്ള ഉപാസനകളും അനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. അവയിൽ ബാഹ്യങ്ങളായ ആലംബനങ്ങളെയൊന്നും ആശ്രയിക്കാതെയുള്ള കേവലം മാനസികമായ ഉപാസന കൂടുതൽ ഫലപ്രദമാണെങ്കിലും ആധ്യാത്മികമായി ഉന്നതമായ ഒരു തലത്തിലെത്തിയിട്ടുള്ളവർക്ക് മാത്രമേ അത് സുസാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ ഉപാസനയ്ക്ക് അവലംബനമായി പ്രതിമകളെയും പ്രതീകങ്ങളെയും സ്വീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ പടിയാണ് പ്രതിമോപാസന. ശില കൊണ്ടോ ലോഹം കൊണ്ടോ മറ്റോ മനുഷ്യാകാരത്തിലുള്ള പ്രതിമകളുണ്ടാക്കി ആ പ്രതിമകളെ ആധാരമാക്കിയുള്ള നിരന്തര ധ്യാനം കൊണ്ട് ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനെയാണ് പ്രതിമോപാസനയെന്ന് പറയുന്നത്. ഇത് ഏറ്റവും താഴ്ന്ന പടിയായിട്ടാണ് ആചാര്യന്മാർ കണക്കാക്കിയിട്ടുള്ളത്. പ്രതിമ സ്വൽപ്പബുദ്ധീനാം, അല്പബുദ്ധികൾക്ക് പ്രതിമകളിൽ മാത്രമേ ദേവത്വ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.